ഇടുക്കി ഏലപ്പാറ തണ്ണിക്കാനത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കാർഷിക വിപണന കേന്ദ്രം അധികൃതരുടെ അവഗണനയെ തുടർന്ന് കാട് കയറി നശിക്കുന്നു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച കെട്ടിടമാണ് ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾക്കകം പൂട്ടിപ്പോയത്. വിവരങ്ങൾ നൽകാൻ സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, അത്ര ശുഭകരമല്ലാത്തൊരു വാർത്തയാണ് നമുക്ക് അവിടെ നിന്ന് സുബിന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. കാരണം ലക്ഷങ്ങൾ മുടക്കിയാണ് ഇത്തരത്തിലൊരു കാർഷിക വിപണന കേന്ദ്രം നിർമ്മിച്ചത്. പക്ഷേ അത് ഈ അധികൃതരുടെ കെടുകാര്യസ്ഥത മൂലം കാട് കയറി നശിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആരുടെയൊക്കെ കെടുകാര്യസ്ഥതയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുറം ലോകത്തെ അറിയിക്കാനുള്ളത്? ഒപ്പം ഈ കർഷകർ എങ്ങനെയാണ് ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത്? കാർഷിക വിപണന കേന്ദ്രം ഏകദേശം 2020 ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. അതിനുശേഷം വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ് ഈ കാർഷിക വിപണന കേന്ദ്രം പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 15 ലക്ഷം രൂപ മുടക്കിയാണ് ഈ ഒരു കേന്ദ്രം നിർമ്മിച്ചത്. അതായത് ഈ ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ അത് ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ വിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇതിന്റെ നിർമ്മാണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഇടനിലക്കാരെ സംബന്ധിച്ച് വലിയ രീതിയിൽ അവർ കർഷകരിൽ നിന്ന് ഈ കുറഞ്ഞ തുകയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വലിയ തുകയ്ക്ക് വിപണിയിൽ എത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കർഷകർക്ക് അവരുടെ അധ്വാനത്തിന്റെ ഫലം കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് മുന്നിൽ കണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പാക്കുകയും അതുപ്രകാരം 15 ലക്ഷം രൂപ അതിനെ വകയിരുത്തി ഈ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. പക്ഷേ അതിന്റെ ഒരു ഉപകാരം ജനങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 2020 ശേഷം ഈ കെട്ടിടത്തിന്റെ ഏതാനും മാസങ്ങൾ പ്രവർത്തിച്ച കെട്ടിടം നിലവിൽ പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ്. അതിനുശേഷം ഒരു കർഷകനും അതിന്റെ ഒരു ഗുണം ലഭിക്കുകയോ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അവിടെ എത്തിച്ച് വിൽപ്പന നടത്താൻ കഴിയുകയോ ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. നിലവിൽ പൂർണ്ണമായും ഈ കെട്ടിടം തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ കാർഷിക വകുപ്പിന്റെയും ഒരു ഇടപെടൽ കൃത്യമായി നടക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു കെട്ടിടം പൂർണ്ണമായും നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കർഷകർ പറയുന്നത് ഈ ഉദ്യോഗസ്ഥരോട് പലതവണ ബന്ധപ്പെടുമ്പോഴും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെടുമ്പോഴും എല്ലാം തന്നെ ഒരു അവഗണന അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത് തുടർന്ന് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു അവഗണന അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ വലിയ തുക മുടക്കി നിർമ്മിച്ച കെട്ടിടവും അത് കർഷകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉടൻ തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ ഉതകുന്ന ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. പുതിയ സർക്കാർ നിലവിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് അവർ പറയുന്നത്. നിലവിൽ ഇപ്പോഴും ഈ ഇടനിലക്കാരുടെ ചൂഷണത്തിന് ഇരയാകുന്ന ഒരു സാഹചര്യം ഈ സാധാരണക്കാരായ കർഷകർക്കുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു വില ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് അത്തരത്തിൽ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നാണ് കർഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിപണന കേന്ദ്രങ്ങൾ ജില്ലയുടെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള വിപണന കേന്ദ്രങ്ങളുണ്ട്. പലതിന്റെയും പ്രവർത്തനം താളം തെറ്റിക്കിടക്കുകയാണ്. സമാനമായ രീതിയിൽ പല കെട്ടിടങ്ങളും പലയിടങ്ങളിലായി ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ്. നിലവിൽ കാർഷിക മേഖലയെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ കർഷകരെ പിടിച്ചു നിർത്താൻ ഇത്തരത്തിലുള്ള വിപണന കേന്ദ്രങ്ങൾ അത്യാവശ്യമാണ്. അത് അടിയന്തരമായി തന്നെ അതിന്റെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കണം എന്നൊരു ആവശ്യമാണ് എന്തായാലും വിവരങ്ങൾ വളരെ വ്യക്തമാണ്.